അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എമ്മാനുവേൽ മിഷൻ ടീമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബോധവൽക്കരണവും സന്ദേശവും ഞങ്ങൾ ഈ ദേശത്തോട് പങ്കുവെക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ തിരക്കിട്ട ജോലിക്കിടയിൽ വിലപ്പെട്ട ശ്രദ്ധയെ ഞങ്ങൾ ഇവിടേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വിദേശികൾ നമ്മുടെ കൊച്ചു കേരളത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. സമ്പൽ സമൃദ്ധമായ പ്രകൃതി രമണീയമായ മലനാടും ഇടനാടും തീരപ്രദേശവും നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട നാടാണ് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിലെ ജനതയെ കുറിച്ച് പറയുമ്പോൾ ഐക്യത നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ 3 വട്ടം മുൻപന്തിയിലെത്തിയ പ്രബുദ്ധതയുള്ള, അറിവുള്ള നമ്മുടെ കേരളത്തിലെ ജനത. ഓരോ വർഷങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഉരുളുപൊട്ടൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ കേരളത്തിൽ ഓരോ വർഷവും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു മനസ്സോടെ, ഒറ്റക്കെട്ടോടെ ഓടിയെത്തുന്ന നമ്മുടെ മലയാളിയുടെ സ്നേഹവും കൈത്താങ്ങലും വലുതാണ്. മലയാളി എന്ന് കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ആവേശം കൊള്ളും. കാരണം ഇവിടുത്തെ ജനത അത്രമാത്രം പ്രബുദ്ധതയുള്ള, അറിവുള്ള, സമൂഹത്തെ സ്നേഹിക്കുന്ന, മതസൗഹാർദ്ദതയുള്ള ജനതയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ജനത. കോവിഡ് എന്ന മഹാവ്യാധി വന്നപ്പോൾ ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പും ജനതയുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ രോഗത്തെ ചെറുക്കുവാൻ കൈകോർത്ത സംഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. ലോകരാജ്യങ്ങളിലെല്ലാം ശ്രദ്ധ കേരളത്തിലെ ജനതയുടെയും ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതായിരിക്കാം. അങ്ങനെ പറയുമ്പോൾ നൂറുകണക്കിന് സംഭവങ്ങൾ മലയാളിയെ കുറിച്ച് പറയുവാനുണ്ട്. അത് മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ എവിടെ ചെന്ന് നോക്കിയാലും മലയാളി എത്തിപ്പെടാത്ത മേഖലകളില്ല. ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ എല്ലാ മേഖലകളിലും മലയാളി എത്തിപ്പെട്ടു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത്രമാത്രം നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധതയുള്ള ജനത വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത് പ്രബുദ്ധതയുള്ള, വിദ്യാഭ്യാസമുള്ള, അറിവുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് പറയുന്നതിൽ വളരെ വേദനയുണ്ട്. കാരണം വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ വിദ്യാലയങ്ങളുണ്ട്, ഇവിടെ അറിവുള്ള പണ്ഡിതന്മാരുണ്ട്, ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിലൊക്കെ ഒത്തിരി പ്രമുഖന്മാരുള്ള ഈ കേരളത്തിൽ ഇവിടുത്തെ പുതുതലമുറകൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ വളരെ വേദനാകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്നത്തെ കോളേജ് ക്യാമ്പസുകൾ, MBBS ക്യാമ്പസുകൾ, ഡോക്ടർമാർ പഠിക്കുന്ന LLBക്ക് പഠിപ്പിക്കുന്ന ക്യാമ്പസുകൾ മദ്യമയക്കുമരുന്ന്, MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയും നാളത്തെ ആശുപത്രിയിൽ ഇരിക്കേണ്ട ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മതങ്ങളിൽ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എക്സൈസ് വകുപ്പിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾക്കൊന്നോ ഇവിടുത്തെ നശിച്ചുകൊണ്ടിരിക്കുന്ന പുതുതലമുറകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു സ്ഥിതിയിലൂടെ നമ്മുടെ കേരളം കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്ത് 20-21 വയസ്സുള്ള ചെറുപ്പക്കാർ അപ്പൻ കാണാതെ, അമ്മ കാണാതെ, അധ്യാപകർ കാണാതെ, മതപുരോഹിതന്മാർ കാണാതെ രഹസ്യമായി മദ്യപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പെൺകുട്ടികളടക്കം ഇന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം എന്ന സ്ഥലത്ത് ഒരു വലിയ വാഹനാപകടം ഉണ്ടായി. 2 പെൺകുട്ടികൾ അമിതമായി വാഹനം ഓടിച്ച് ഒരു മരത്തിലിടിച്ച് ദാരുണമായി മരണപ്പെട്ട ഒരു സംഭവം പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും. അതിനെക്കുറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പഠനം നടത്തിയപ്പോൾ, അന്വേഷണം നടത്തിയപ്പോൾ കേരളത്തിന്റെ ഏതോ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന 2 പെൺകുട്ടികൾ ഉപരിപഠനത്തിന് വേണ്ടി എറണാകുളം ജില്ലയിൽ എത്തുകയും അവിടുത്തെ കോളേജ് ക്യാമ്പസിൽ അവർ ചേർന്ന് മദ്യലഹരിയിൽ അകപ്പെടുകയും DJ പാർട്ടികൾക്ക് പോയിട്ട് രാത്രിയിൽ ഈ പെൺകുട്ടികൾ മദ്യപിക്കുകയാണ്. എത്രയോ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി, വീട് പണയപ്പെടുത്തി പണിയെടുത്ത് അപ്പനും അമ്മയും വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഉന്നതമായിരിക്കുന്ന പട്ടണങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നു. പക്ഷെ അവരൊക്കെ വന്നെത്തിപ്പെടുന്നത്, അവരൊക്കെ അകപ്പെടുന്നത് ഇവിടെയൊക്കെ എവിടെയോ മദ്യമയക്കുമരുന്ന് ലോബിയുടെ കയ്യിലാണെന്നുള്ള കാര്യം ആ മാതാപിതാക്കൾ അറിയുന്നില്ല. ആ പെൺകുട്ടികൾ DJ പാർട്ടിയിൽ പോയി മദ്യപിച്ചിട്ട്, ആ മദ്യം കടിച്ചിട്ട് അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് ദാരുണമായി മരണപ്പെട്ടത് മറ്റൊരു സംസ്ഥാനത്തിലല്ല, പ്രബുദ്ധതയുള്ള കേരളത്തിലാണ്. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന സ്ഥലത്ത്
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി രാവിലെ ബസ് കയറി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടു കാണും. അങ്ങനെ പെൺകുട്ടികൾ അടക്കം ഇന്ന് മദ്യമയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് ഏത് പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് പുകയില, അങ്ങനെയുള്ള ഹാൻസ്, പാൻപരാഗ്, കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് പെൺകുട്ടികളും അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അത്രമാത്രം നമ്മുടെ പ്രബുദ്ധതയുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾ, പുതുതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്ന് നിങ്ങൾ നോക്കിയാൽ, അവിടെ സന്ദർശിക്കാൻ ചെന്നാൽ പെൺകുട്ടികളും ആൺകുട്ടികളും മദ്യപിച്ച് വഴിവിട്ട ജീവിതം നയിക്കുന്ന കാഴ്ചകളാണ് മാതാപിതാക്കൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്ങമനാട് എന്ന സ്ഥലത്ത് ഞാനൊരു ചായ കുടിക്കുവാൻ വേണ്ടി കയറിയിരുന്നപ്പോൾ 2 പെൺകുട്ടികളും 2 ചെറുപ്പക്കാരും ഹോട്ടലിൽ വന്നിട്ട് മദ്യപിച്ച് അവർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ അവിടെ നിൽക്കുന്ന മാതാപിതാക്കൾ നോക്കി നിന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ, ഈ പെൺകുട്ടികൾ എവിടെ നിന്ന് വന്നതാണ് ഒരു വാക്ക് പോലും പറയാതെ നിസ്സഹായരായിരിക്കുന്ന അവസ്ഥ ഇന്നത്തെ മാതാപിതാക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മ, അപ്പൻ, മക്കൾ തമ്മിൽ സ്നേഹമില്ല, സംഭാഷണങ്ങളില്ല. ചായ ഉണ്ടാക്കിയോ, ഇന്ന് പപ്പ ജോലിക്ക് പോകുന്നുണ്ടോ, മമ്മിക്ക് ജോലിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടുകൊണ്ടാണ്. അത്രമാത്രം ഇന്നത്തെ പൊതു സമൂഹവും തലമുറകളും എല്ലാം അത്രമാത്രം തകർന്നുടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല. അത്രമാത്രം പ്രബുദ്ധതയുള്ള കേരളം നശിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ മധ്യപ്രദേശിലെ ഒരു സന്യാസിയുടെ അതിപ്രധാനമായിരിക്കുന്ന ഒരു പ്രഭാഷണം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയായിരുന്നു, കേരളത്തെ വാനോളം താൻ ഉയർത്തുകയാണ്. കേരളത്തിലെ ജനത വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, ലോകരാജ്യങ്ങളിലൊക്കെ എത്തപ്പെട്ടവരാണ്. പക്ഷേ മധ്യപ്രദേശ് പോലുള്ള രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ, നമ്മളെ പോലുള്ള ഈ ഗ്രാമങ്ങൾ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ എത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങളൊക്കെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു, നോക്കുന്നു. പ്രബുദ്ധതയുള്ള പണമുള്ള കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ജനത സ്വന്തം അപ്പനെയും അമ്മയും സംരക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളോട് വിളിച്ചു പറയുകയാണ്. എത്ര ലജ്ജാകരമായിരിക്കുന്ന അനുഭവമാണ്. ഇവിടെ ഒരു കാലഘട്ടത്ത് പണിയെടുത്ത് എങ്ങനെയെങ്കിലും മക്കളെ വളർത്തി വിദേശത്തയച്ച് നല്ലൊരു വീട് വെക്കണം, കുടുംബത്തിന്റെ സ്ഥിതി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധതയുള്ള മാതാപിതാക്കൾ മക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. പക്ഷേ അവർക്ക് പണമുണ്ടായി, അവർക്ക് നല്ല വീടുണ്ടായി, സ്വാധീനമുണ്ടായപ്പോൾ അപ്പനെയും അമ്മയും വേണ്ടാത്ത സ്ഥിതിഗതിയിലേക്ക് വന്നു. ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും അധികം ഓൾഡ് ഏജ് ഹോമുള്ള, വൃദ്ധമന്ദിരമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. ഓരോ ജില്ലയിലും 100 കണക്കിന് വൃദ്ധമന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ. ഏറ്റവും അധികം പത്തനംതിട്ട ജില്ലയിലാണ് വൃദ്ധമന്ദിരങ്ങൾ ഉള്ളത്. കാരണം പണമുള്ള വീട്ടിൽ, ഒത്തിരി സമ്പത്തുള്ള വീട്ടിലുള്ള മാതാവിനെ വേണ്ട, അപ്പനെ വേണ്ട, കാരണം ഉപേക്ഷിച്ചിട്ടിരിക്കുക. സ്നേഹിതരെ, അത്രമാത്രം നമ്മുടെ കേരളം അതപ്പതിച്ചു കൊണ്ടുപോയി ഇരിക്കുകയാണ്. ഇവിടെ മതവിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ, അറിവില്ലാഞ്ഞിട്ടാണോ, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ മനുഷ്യൻ വല്ലാത്തൊരു ഗതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർ മദ്യം, മയക്കുമരുന്ന്, MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അറവുശാലയിൽ മൃഗത്തെ വെട്ടിഞ്ഞുറുക്കുന്നത് പോലെ പട്ടാപ്പകൽ എത്രയോ പേരെ വെട്ടിക്കൊല്ലുന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മതചിന്തകളും മതത്തിന്റെ ഭ്രാന്തും വളർന്നു വന്നിട്ട് നരബലികൾ നടത്തുകയാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞിടയ്ക്ക് കണ്ടു കാണും, പത്തനംതിട്ടയിൽ ഇലന്തൂർ എന്ന സ്ഥലത്ത് എറണാകുളം ജില്ലയിലുള്ള ലോട്ടറി വിറ്റുകൊണ്ട് വരുന്ന സാധാരണക്കാരായ 2 സഹോദരിമാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് മതത്തിന് വേണ്ടി, അവരുടെ വിശ്വാസത്തിന് വേണ്ടി, അവർക്കുണ്ടാകുവാനുണ്ടാകുന്ന അനുഗ്രഹത്തിന് വേണ്ടി നരബലി നടത്തിയത് പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസമുള്ള കേരളത്തിലാണ്. ഇങ്ങനെ മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം അവനിൽ വളർന്നു വരുന്ന പാപമാണ്. ഈ പാപത്തിന് പരിഹാരം നടത്തുവാൻ വേണ്ടി മനുഷ്യൻ കർമ്മങ്ങളും കർമാനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും പുണ്യനദികൾ മുങ്ങുന്നു, പുണ്യമലകൾ കയറുന്നു, പണം മുടക്കുന്നു. പക്ഷേ മനുഷ്യന്റെ പാപത്തിന് ഇതൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ മതങ്ങൾക്കോ, മത നേതാക്കന്മാർക്കോ, രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മനുഷ്യൻ ചുമക്കുന്ന പാപത്തെ പരിഹരിക്കുവാൻ ഉലകത്തിൽ ഒരു മതങ്ങൾക്കോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. ഇവിടെ ജനിച്ച പുണ്യവാന്മാരും ഇവിടെ ജനിച്ച മഹാന്മാരും ഒക്കെ ജാതിക്കും രാഷ്ട്രത്തിനും വേണ്ടിയൊക്കെ അവർ പോരാടി അവരുടെ ജീവിതം കഴിഞ്ഞു പോയപ്പോൾ ഈ മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഉലകത്തിലേക്ക് അവതരിച്ച ഒരു വ്യക്തിയുണ്ട്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ആരാണ്? യേശു എന്തിനാണ് ഇവിടേക്ക് വന്നത്? യേശു ഒരു മത നേതാവാണോ? യേശു കർത്താവ് ഒരു മതം സ്ഥാപിക്കുവാൻ വന്ന വ്യക്തിയാണോ? യേശു ക്രിസ്തു ഇവിടേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല, ഒരു മതത്തിന്റെ നേതാവാകുവാനല്ല. യേശു കർത്താവ് പാലസ്തീൻ തെരുവിലൂടെ നടന്നുപോയപ്പോൾ അന്നത്തെ മതപ്രഭാഷകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ
ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി വന്ന ഏക രക്ഷകനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മനുഷ്യൻ ഭാരമില്ലാത്തവരില്ല. തകർച്ചയിലൂടെ കടന്നു പോകുന്നതാണ് മനുഷ്യരെല്ലാം. നിരാശയിലൂടെയും ആത്മഹത്യയുടെ വക്കിലൂടെ കടന്നു പോകുന്നതാണ് മനുഷ്യകുലം മുഴുവൻ. ഓരോ വ്യക്തിയോടും ചോദിച്ചാൽ എന്തിന് ജീവിക്കുന്നു, എനിക്ക് ജീവിച്ചിട്ട് ഒരു പ്രയോജനമില്ല, എന്റെ ജീവിതം നിരാശകരമായിരിക്കുന്നു, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾക്ക് എന്നെ വേണ്ട, എന്റെ ജീവിതം നിരാശയിലൂടെ കടന്നു പോകുന്നു എന്ന് അനേകര് പറയുന്ന വാചകമാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു യേശുവുണ്ട്. നിങ്ങളുടെ തകർച്ചകളെ മാറ്റുന്ന, നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ മാറ്റുന്ന ഒരുവനുണ്ട്. അവന്റെ പേരത്ര യേശു. അതുകൊണ്ട് യേശു ഇവിടേക്ക് വന്നത് സകല മനുഷ്യന്റെയും പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടി, സകല മനുഷ്യന്റെയും ജീവിതത്തിൽ സമാധാനം നൽകുവാൻ വേണ്ടിയാണ് യേശു വന്നത്. യേശു പറഞ്ഞൊരു കരുത്തുറ്റ വാചകമുണ്ട്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല നിത്യമായ സമാധാനം. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി മദ്യമയക്കുമരുന്ന് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ, സ്നേഹിതരെ, നിങ്ങളുടെ വില പിടിച്ച കാറുകൾക്ക് നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല. ശീതീകരിച്ച റൂമിനകത്ത് കിടന്നാൽ സമാധാനം ലഭിക്കത്തില്ല. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ സമാധാനം വില കൊടുത്തു വാങ്ങാൻ കഴിയത്തില്ല. സമാധാനം തരുവാൻ കഴിയുന്ന കരുത്തുറ്റ ഒരുവനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകാത്ത മനുഷ്യരുണ്ടോ? എല്ലാവരും മൈക്രോ ഫിനാൻസുകൾ അടിമകളാ. കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ ഫിനാൻസിന് അടിമയാ. നിങ്ങളുടെ വാഹനങ്ങൾ, എടുത്ത വീട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇന്ന് ലോൺ അടയ്ക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല. എല്ലാവരും മൈക്രോ ഫിനാൻസുകൾക്ക്, ബാങ്കുകൾക്ക്, ഫിനാൻസുകൾക്ക് സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുക. ആ ഭാരം അനുഭവിക്കുന്നവരാ. വണ്ടിയുടെ CC അടയ്ക്കുന്നത് എങ്ങനെ, കടയുടെ വാടക കൊടുക്കുന്നത് എങ്ങനെ, വീടിന്റെ വാടക കൊടുക്കുന്നത് എങ്ങനെ, മകളുടെ ഫീസ് അടയ്ക്കുന്നത് എങ്ങനെ, ഓരോ ദിവസം ജീവിതത്തിൽ സാമ്പത്തികമായിരിക്കുന്ന ഭാരം അനുഭവിക്കുന്നവർ മനുഷ്യർ ഓരോരുത്തരും. സ്നേഹിതരെ, പ്രബുദ്ധതയുള്ള ഈ ദേശത്തിലെ നിവാസികളെ, നിങ്ങളുടെ മകന് നല്ലൊരു ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തിക വഴി തുറന്നാൽ, നിങ്ങളുടെ വസ്തു വിറ്റാൽ ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന ഭാരം മാറിയേക്കാം. മറ്റൊരു ഭാരമാണ് മനുഷ്യൻ അനുഭവിക്കുന്ന രോഗം. ഇന്ന് ഏത് വീട്ടിൽ ചെന്ന് നോക്കിയാലും മെഡിക്കൽ സ്റ്റോർ പോലെ മരുന്നുകളാണ്, 100 ഹോസ്പിറ്റലിലെ ചീട്ടുകളാണ്. പല രോഗങ്ങൾക്ക് അടിമപ്പെട്ട് പല ഹോസ്പിറ്റലിൽ മാറി മാറി ചികിത്സിച്ചിട്ടും മനുഷ്യൻ രോഗമെന്ന ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മരിക്കുമോ, നാളെ മരിക്കുമോ, ഈ രോഗം നിമിത്തം ഞാൻ കിടപ്പിലാകുമോ, ഈ രോഗം കൂടിയാൽ എന്നെ ചികിത്സിക്കുവാൻ ആരെങ്കിലും സഹായവുമായി വരുമോ എന്നുള്ള ഭാരം മനുഷ്യനെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിച്ചാൽ നിങ്ങളുടെ ആ ഭാരം മാറും. പക്ഷേ ഒരു മരുന്നുകൾക്കോ പണങ്ങൾക്കോ നിങ്ങൾ ചുമക്കുന്ന പാപമെന്ന ഭാരത്തെ മാറ്റുവാൻ, പാപത്തിന്റെ വിഴുപ്പുകൊണ്ടത്തെ മാറ്റുവാൻ ഇവിടുത്തെ ഒരു മരുന്നുകൾക്കോ ഇവിടുത്തെ ഒരു പണങ്ങൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ മാറ്റുവാൻ കഴിയത്തില്ല. സ്നേഹിതരെ, അതിനുവേണ്ടി എത്ര പണം മുടക്കിയാലോ, എത്ര യാത്രകൾ നടത്തിയാലോ, അതിനുവേണ്ടി നിങ്ങൾ എത്ര കർമ്മങ്ങളോ കർമാനുഷ്ഠാനങ്ങളോ തീർത്ഥാടനങ്ങളോ നടത്തിയാലോ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരത്തില്ല. പാപത്തിന് പരിഹാരം വരണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നത് പല നേതാക്കന്മാരും പല പണ്ഡിതന്മാരും ഒക്കെ വന്നത് പാപം പരിഹരിക്കുവാനല്ല, മതം സ്ഥാപിക്കുവാനും മതത്തിന്റെ പുസ്തകങ്ങൾ എഴുതുവാനും വന്നപ്പോൾ യേശു ക്രിസ്തു വന്നത് ഇവിടത്തെ മനുഷ്യൻ ചുമക്കുന്ന പാപത്തിന്റെ ഭാരത്തെ വഹിച്ച് അവന് മുക്തി നൽകുവാൻ, രക്ഷ നൽകുവാൻ വേണ്ടി വന്ന ഉലകത്തിലെ ഏക രക്ഷകൻ, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുവിന് വേണ്ടി നീ ഹൃദയം കൊടുത്താൽ, താങ്കൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് ജാതിയിലോ ഭാഷയിലോ പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, താങ്കൾ പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ പാപക്ഷമ പ്രാപിക്കുവാൻ കഴിയും. അതിനുവേണ്ടി പേര് മാറണ്ട, അതിനുവേണ്ടി പണം കൊടുക്കണ്ട, അതിനുവേണ്ടി ഭാഷ മാറണ്ട, വീട് മാറണ്ട, വസ്ത്രം മാറണ്ട. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് താങ്കൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ താങ്കളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുക. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയും പ്രഭാഷണത്തെയും ഞാൻ ചുരുക്കമായി ഒന്ന് വിളിച്ചു പറയട്ടെ. 33 തിരുവയസ്സിൽ യെരുശലേം പാലസ്തീൻ തെരുവിലൂടെ താൻ നടന്നു നീങ്ങിയപ്പോൾ തന്റെ അടുക്കൽ വന്ന അന്ധന് കാഴ്ച കൊടുത്തു. തന്റെ അടുക്കൽ വന്ന രക്തസ്രാവ സ്ത്രീ ഏറിയ വൈദ്യന്മാരെ ചികിത്സിച്ചുകൊണ്ടു. ഭേദമതായിരുന്നപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യമുണ്ടായി. മരിച്ചവർ ഉയർപ്പിച്ചു.
5 കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും യേശു ചെയ്തു. സ്നേഹിതരെ, യേശു ഇവിടേക്ക് വന്നത് ഒരു മനുഷ്യനെ വ്രണപ്പെടുത്തുവാനല്ല, തകർന്നൊരിക്കുന്ന, വേദനയിൽ കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി വന്ന ഒരു കരുത്തുറ്റ നേതാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടേക്ക് വന്നവർ പല മതത്തെ വ്രണപ്പെടുത്തുവാനും, പല പാർട്ടിയെ ഉയർത്തിക്കാണിക്കുവാനും, പല പ്രസ്ഥാനങ്ങളെ ഉയർത്തിക്കാണിക്കുവാനും, പലരുടെ പ്രസ്താവനകളും ജീവിതവും ഉയർത്തൊരുത്തുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഒരു മതത്തെയോ ഒരു പാർട്ടി പ്രസ്ഥാനത്തെയോ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാനല്ല വന്നത്. പാപത്തിൽ തകർന്നുടഞ്ഞ് വേദനയിലും നിരാശയിലും രോഗത്തിലും കഴിയുന്ന മനുഷ്യനെ ഉദ്ധരിക്കുവാനത്രേ യേശു ക്രിസ്തു ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻകടിയിൽ മനുഷ്യരെ നൽകപ്പെട്ട ഒരു മാർഗമുണ്ടെങ്കിൽ, ഒരു വഴിയുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയിലൂടെ കഴിയുന്ന വ്യക്തിയാണോ നിങ്ങൾ? എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ബഹുമാനിക്കുവാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല എന്ന് വേദനയിലൂടെ കടന്നു പോകുന്ന സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം, എന്റെ ജീവിതം മടുത്തു, നിരാശയിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും അനുഭവപ്പെട്ട് പല രാത്രികൾ ഉറക്കമില്ലാതെ കഴിയുന്ന പിതാവേ, താങ്കളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശം. അതുകൊണ്ട് ഇന്ന് ആ സുവിശേഷ സന്ദേശം താങ്കൾ കേൾക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സമാധാനം നൽകി തരുന്ന സന്ദേശമാണ്. സുവിശേഷം കേട്ടതുകൊണ്ട് ആരും വഴിപിടിച്ചിട്ടില്ല. സുവിശേഷം കേട്ടതുകൊണ്ട് ആരും മദ്യപാനിയായി മാറിയില്ല. സുവിശേഷം കേട്ടതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. സുവിശേഷം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടം നമ്മുടെ കൊച്ചു കേരളം ഇരുണ്ട കാലഘട്ടത്തിലൂടെ പോയി. മാറുമറയ്ക്കാൻ കഴിയാത്ത, വീട് വയ്ക്കുവാൻ കഴിയാത്ത, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇരുണ്ട കാലഘട്ടത്തിലൂടെ പോയപ്പോൾ ഇവിടേക്ക് മിഷണറിമാരുടെയും സുവിശേഷകരുടെയും കടന്നുവരവ് കേരളത്തിലെ ജനതയ്ക്ക് മാറ്റം കുറിച്ചെങ്കിൽ തകർന്ന നിങ്ങളുടെ ജീവിതത്തെ, തകർന്ന താങ്കളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ ഈ സുവിശേഷത്തിന് കഴിയും. അതുകൊണ്ട് സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. യേശുവിൽ വിശ്വസിച്ചാൽ താങ്കളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകും, താങ്കളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും എന്നുള്ള ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ. ഒരു നിമിഷം ഞങ്ങൾ